ആദ്യത്തെ ദിവസം മൈസൂർ പാലസിൽ പോയതിന് ശേഷം നമ്മൾ പോയത് സെൻറ്റ് ഫിനോമിനാസ് ചർച്ചിലോട്ടാണ്. ചർച്ച് കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ഈ 2 ഗോപുരങ്ങൾ 175 അടി ഹൈറ്റിലാണത്രേ സ്ഥിതി ചെയ്യുന്നത്. ഈ ചുരിദാറൊക്കെ ഇട്ട് ഇറങ്ങിയത് ചാമുണ്ഡി ഹിൽസിലും പാലസിലും പോകുന്നത് കൊണ്ടാണ്. പക്ഷേ ചാമുണ്ഡി ഹിൽസിൽ നമുക്ക് പോകാൻ പറ്റിയില്ല, ചർച്ചിലോട്ടാണ് വന്നത്. സാരമില്ല, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ അവിടെ കറങ്ങി അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് സമാധാനമായിട്ട് അവിടെ ഇത്തിരി നേരം ഇരുന്നു. അതിന് കൂടി തന്നെ ഒരു ചെറിയ സ്കൂളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് വൃന്ദാവൻ ഗാർഡനിലോട്ടാണ്. അവിടെ ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഷോപ്പ്സ് ഓപ്പൺ ആണ്. നമുക്കിന്നൊന്നും മേടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കുറച്ച് മാങ്ങ മേടിച്ച് കഴിച്ചുകൊണ്ട് നമ്മൾ അകത്തോട്ട് കയറി. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരുപാട് നടന്ന് കാണാനുള്ളതൊക്കെ ഉണ്ട്. ഇങ്ങനെ നമുക്ക് ചുമ്മാ വൈബടിച്ചൊക്കെ നടക്കാൻ നല്ല സ്പോട്ടായിട്ട് തോന്നി. നല്ല സമാധാനം ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്തു നിന്ന് ടൂർ വന്ന പിള്ളേരൊക്കെ ഇങ്ങനെ വൈബടിച്ച് നടക്കണ കണ്ടു. ഇതിന് കൂടി ചേർന്ന് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ വന്ന മുതുക്കളൊക്കെ ഈ പാർക്കിൻ്റെ അകത്തായിരുന്നു. കൊച്ചു പിള്ളേരെ കളിക്കാൻ സമ്മതിക്കാത്ത ഇതുങ്ങളെല്ലാം കൂടി അവിടെ കയറി അലമ്പായിരുന്നു. വലിഞ്ഞു പിടിച്ച് കയറുന്നു, നിരങ്ങുന്നു, എവിടെ നിന്നൊക്കെയോ അന്ന് വീഴുന്നു, പിന്നെ ഊഞ്ഞാലിൽ കളിക്കുന്നു. അല്ലെങ്കിലും ഇത്രയും പ്രായമായി, ഇനി ഇതൊന്നും നമുക്കൊന്നും പറ്റൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെ ചില്ല് ചെയ്യാൻ പറ്റും? നമ്മൾ ചില്ല് ചെയ്യണം. പ്രായമൊക്കെ ആ സമയം നമ്മൾ മറന്നു പോകും. അല്ലെങ്കിലും കൂട്ടുകാർ കൂടെ ഉള്ളപ്പോഴാണല്ലോ നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് വെളിയിൽ വരുന്നത്. പിന്നെ അവിടെ ഒരു ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അരമണിക്കൂറത്തെ പരിപാടിയാണെങ്കിലും അവിടെ തിക്കിക്കൂടിയ ജനങ്ങളുടെ തിരക്ക് ഇതൊന്നും അല്ലായിരുന്നു ഗൈസ്. ആ ബ്ലാക്ക് കളർ കാണുന്നിടത്ത് ഫുള്ള് ആൾക്കാരായിരുന്നു. ഇവിടെ നിന്ന് ഒരു വിധത്തിലാണ് തിരിച്ചിറങ്ങി വന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. മ്യൂസിക്കൊക്കെ ഇട്ട് ശേഷം നമ്മൾ ഫുഡ് കഴിച്ച് റൂമിൽ പോയി ഒരു റീൽ എടുക്കാനുള്ള പുറപ്പാടിലായിരുന്നു. ചിരിച്ച് ഊപ്പാടും ചാപ്പാടും വന്നു. എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങി. ഓക്കേടാ, ബൈ.